തരുന്ന വേറൊരാളും കൂടി വരുന്നു. നോക്കട്ടെ നമുക്കാരാ. നമസ്കാരം ബ്രിട്ട സർ. നമസ്കാരം ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറോട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നമസ്കാരം എന്നുള്ളതിനെക്കാട്ടിലൊക്കെ മുമ്പ് ഈ ലോകത്തുള്ള ഓരോ മലയാളിയും പറയേണ്ടത് 1000 നന്ദിയാണ്. അത്രയും ഫലപ്രദമായിട്ടാണ് ഈ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ ലോകത്ത് തന്നെ ഈ ഒരു COVID-19 എന്ന ഒരു വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായി ഇതിനെ നേരിടുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം കേരളം. അതിലേറെ അഭിമാനമുണ്ട്. അത് പറയാനായിട്ട് ഞാൻ ഇടയ്ക്ക് ടീച്ചറെ വിളിച്ചിരുന്നു. അപ്പൊ അന്ന് അത്രയും തിരക്ക് പിടിച്ച് എനിക്ക് ഉറപ്പാണ് ഒരു 1000കണക്കിന് ഫോൺ കോളും മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ അതിന്റെ ഇടയിലാണ് ഞാൻ വിളിച്ചത് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ ഇടയിലും ടീച്ചർ സ്നേഹപൂർവ്വം എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം എന്റെ അടുത്ത് പറഞ്ഞത് പുസ്തകങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ കുഞ്ഞെ എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും സ്നേഹത്തോടെയാണ് എന്നും ടീച്ചർ എന്നോടും പെരുമാറിയിട്ടുള്ളത്. അതിലപ്പുറം 10000 മടങ്ങ് സ്നേഹവും ബഹുമാനവും എനിക്ക് തിരിച്ച് ടീച്ചറോടും ഉണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാൻ വലിയ ഭയങ്കര ടെക്നിക്കലോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്കറിയില്ല. എനിക്ക് അന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഇതിന്റെയൊക്കെ ഇടയിൽ ടീച്ചർ സ്വന്തം ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഇത് വാർത്തകളും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങാറുണ്ട്. ടീച്ചർക്കൊക്കെ ഇതിനുള്ളൊരു സമയം കിട്ടാറുണ്ടോ? ഈ ഓരോ ദിവസവും പുതിയ പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലും ടീച്ചർക്ക്